വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട. ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്ന പോലെ കണ്ട് അത്യാവശ്യം നമുക്ക് ഇതായിട്ട് ഇതാവാം. അല്ല, മമ്മൂക്കയും ലാലേട്ടും വരുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ കാണൂല. അപ്പൊ അവരുടെ രണ്ടുപേരുടെ ഒരു റിയൂണിയൻ എന്നൊരു രീതിയിൽ എനിക്ക് വലിയ തോന്നുന്നു. ഒരു നല്ല മെസ്സേജ് ഉണ്ട് ഈ സിനിമയ്ക്ക്. നല്ല മെസ്സേജ് അവർ കൺവേ ചെയ്യണുണ്ട്. മെസ്സേജ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഹൈ മൊമെന്റ്സ് ഭയങ്കര ലോ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വന്നതിന് ശേഷമാണ് പടം കുറച്ചും കൂടി ഒരു ഗ്രാഫിലോട്ട് കയറണം. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ ഒരു 2-3 ഫൈറ്റൊക്കെ ഉണ്ട്. കിടിലം കൊറിയോഗ്രാഫി, ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ്, ഓറ ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആവാറുമ്പോൾ നമ്മൾ ഈ സ്ഥിരം കാണുന്ന സിനിമ പോലെ തന്നെ ഒരു ടിപ്പിക്കൽ രീതിയിൽ തന്നെയാണ് അവർ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. നായകൻ വില്ലൻ കോമ്പാക്ട് ഒന്നും വലിയ ഫഹദിൻ്റെ ആക്ടിങ് കിട്ടലുമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ പടം കണ്ടിട്ട് നമുക്ക് ആ ഒരു ഹൈ കിട്ടില്ല. അത് മിസ്സിങ് ആയിട്ട് ടെക്നിക്കലി ടോപ്പ് നോച്ചാണ് പടം. മേക്കിംഗ്, അതുപോലെ തന്നെ എഡിറ്റിംഗ്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ കിട്ടലുമാണ്. പക്ഷേ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. ഒരു നോർമൽ പടം കാണുന്ന പോലെ വന്നാൽ നമുക്ക് നോർമലായിട്ട് ഇറങ്ങി വരാം. രാത്രിയായിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നാണ്. ആ ഇന്റർവെല്ലിനാണ് ശരിക്കും പടം തുടങ്ങുന്നത്. ലാലേട്ടനെ കാണിച്ചു തുടങ്ങുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു റോള് ഗംഭീരമായി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മഹേഷ് നാരായണ 18 വർഷത്തിന് ശേഷം പാട്രിയറ്റ് എന്ന സിനിമ കാണാമെന്ന മലയാളി പ്രേക്ഷകർക്ക് പെട്ടി ഓട്ടോറിക്ഷ കയറി പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. പെട്ടി ഓട്ടോറിക്ഷയിൽ ഞങ്ങൾക്ക് പോകാനുള്ള പ്ലാനാണ്. വന്നത് ഒരു ഗംഭീരമായിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പ് ഇതിനകത്തില്ല. ആകെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരും. ആരെയും കുറ്റം പറയുന്നില്ല. അവരവർ കൊടുത്തിട്ടുള്ള റോള്. ഇത്തരത്തിൽ എന്തിനാണ് 3 മണിക്കൂർ ജനങ്ങളെ പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടി പിടിച്ചിരിക്കുന്നത്? ഉറങ്ങണോ വേണ്ടേ? ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് കണ്ടെന്ന് പറഞ്ഞ് നാളെ വ്യൂവേഴ്സ് കണ്ടിട്ട് തെറി വിളിക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉറക്കം തൂങ്ങി. പക്ഷെ എന്തെന്നറിയാവോ, ഇന്റർവെല്ലെ കാത്തിരുന്നു എൻ്റെ ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം. പക്ഷേ മമ്മൂക്കയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഓക്കെയാണ്. ഓവറോൾ പടം പക്ക ബിലോ ആവറേജ്. പാട്രിയറ്റ് കാണുന്ന പ്രതീക്ഷയിൽ വന്ന് പെട്ടി ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന നിൽക്കുകയാണ്. മഹേശ്വരാണ് ചർച്ച. എന്തിനു വേണ്ടി 3 മണിക്കൂർ? നയൻതാര എന്തിനു കൊണ്ടുവന്നു? എന്ത് റോള്? നയൻതാരയ്ക്ക് എന്ത് റോള്? അതിന് കീഴുള്ളവർക്കുള്ള റോള് പോലും നയൻതാരയ്ക്കില്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത്. മലയാള സിനിമയിൽ ഇത്രത്തോളം ഈ ഒരു വെക്കേഷൻ ടൈമിൽ പോലും ഈ പണി തരണ്ടായിരുന്നു മഹേഷ് നാരായണ, പ്ലീസ്. എന്നാലും പടം സൂപ്പറായിരുന്നു. ഡയറക്ഷനും സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം. പിന്നെ ഫൈറ്റൊക്കെ സൂപ്പറാണ്. ഇതിൻ്റെ ലിഫ്റ്റ് ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു. കോംബോ പെർഫെക്റ്റ് ആയിരുന്നു. കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. പക്ഷേ ചെറിയൊരു പോരായ്മ തോന്നി. എന്തായാലും കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. കാസ്റ്റിനൊക്കെ പക്കയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫൈറ്റൊക്കെ പക്കയാണ്. ഇപ്പം നമുക്ക് ഓവറായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷേ നല്ല ഫൈറ്റാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവർക്ക് പറ്റിയ ഫൈറ്റായിരുന്നു. ഇപ്പം നമുക്ക് പോരായ്മകൾ പറയാനായിട്ടില്ല. പക്ഷേ എന്തോ ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പടം അടിപൊളിയായിരുന്നു. അപ്പം കണ്ടന്റ് ഒക്കെ സൂപ്പറാണ്. അതാണ്